യോഗ ആരോഗ്യത്തിനായി ദിശാനുസരണമുള്ള ചലനങ്ങൾ. ഉറങ്ങാനായി നിങ്ങൾ കുറേ സമയം കിടക്കുമ്പോൾ സന്ധികളിൽ അയവ് വരുത്തുന്ന ദ്രവങ്ങളുടെ ചംക്രമണം തീരെ നടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണരുമ്പോൾ ശരീരത്തിന്റെ ആദ്യത്തെ ആവശ്യം സന്ധികൾക്ക് അയവ് ലഭിക്കുകയാണ്. ദിശാനുസരണമുള്ള ചലനങ്ങളാണ് ഇതിനുള്ള ഒരു ലളിതമാർഗം. ഇത് മാംസപേശികൾക്ക് വ്യായാമം നൽകുന്നു. പരിക്ക് പറ്റാനുള്ള സാധ്യതയുമില്ല. സന്ധികളിൽ ഊർജം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ അവയെ ഉത്തേജിപ്പിക്കുമ്പോൾ ശരീരഘടന മൊത്തമായി തന്നെ പ്രവർത്തിക്കാനായി ജ്വലിപ്പിക്കപ്പെടുന്നു. വയർ നിറഞ്ഞിരിക്കുമ്പോഴോ ഭക്ഷണം കഴിഞ്ഞ ഉടനെയോ ഈ പ്രോഗ്രാമിന് ഇരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം മാത്രമേ ഈ അഭ്യാസം ചെയ്യാവൂ. ഈ അഭ്യാസങ്ങൾ വളരെ ലളിതവും സുരക്ഷിതവും 4 വയസ്സിന് മുകളിലുള്ള ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ്. നിങ്ങൾ കണ്ണട ധരിച്ചിട്ടുണ്ടെങ്കിൽ യോഗ ചെയ്യുമ്പോൾ ദയവായി അവ എടുത്തു മാറ്റി വെക്കേണ്ടതാണ്. നമുക്ക് ഉപയോഗയുടെ ആദ്യ ഭാഗം പഠിക്കാം. ഇതിന് കൈകളുടെ ദിശാനുസരണമുള്ള ചലനങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ 4 ദിശകളിൽ ചെയ്യുന്നു. ആദ്യത്തെ ദിശ ചെയ്യുന്നത് കാണാം. ശ്രദ്ധിക്കൂ. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പാദങ്ങൾ സൗകര്യപ്രദമായ അകലത്തിൽ സമാന്തരമായി വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ തോളുകളിലേക്ക് നേരെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ആരംഭനില. ആദ്യ ദിശ വശങ്ങളിലേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കുക. കൈകൾ മുഴുവൻ നീട്ടിക്കഴിഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് തിരികെ അകത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ കൈക്കുഴകൾ അകത്തേക്ക് കറക്കണം. ഇത് ഒരു സൈക്കിൾ. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. കൈക്കുഴകൾ കറക്കുക മാത്രമല്ല, കറക്കുന്നതനുസരിച്ച് കൈകൾ തുറക്കുകയും അടയ്ക്കുകയും വേണം. നിങ്ങൾ ഒരു സ്ക്രൂ ഡ്രൈവർ കറക്കി എന്തെങ്കിലും തള്ളിക്കയറ്റുന്നതുപോലെ എല്ലാ മാംസപേശികളും സമ്മർദ്ദത്തിലായിരിക്കണം. കൈകളിൽ നല്ല സമ്മർദ്ദം കൊടുക്കുക. അതേസമയം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സമ്മർദ്ദം കൊടുക്കരുത്. കൈകൾ പുറത്തേക്ക് നീട്ടുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. കൈകൾ അകത്തേക്ക് വരുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. കൈക്കുഴകൾ അകത്തേക്ക് കറക്കണം. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് 3 തവണ ചെയ്യും. ദയവായി നിൽക്കുക. നിങ്ങൾക്ക് ചുറ്റും വേണ്ടത്ര സ്ഥലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പാദങ്ങൾ സുഖകരമായ അകലത്തിൽ സമാന്തരമായി വെച്ച് നിൽക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ തോളുകൾക്ക് നേരെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ആരംഭനില. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. ഒരിക്കൽ മുഴുവൻ നീട്ടിക്കഴിഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരിക. കൈക്കുഴകൾ ഉള്ളിലേക്ക് കറക്കണം. ഇതൊരു സൈക്കിൾ. നമുക്കിത് 2 തവണ കൂടി ചെയ്യാം. രണ്ടാമത്തെ തവണ കൈക്കുഴകൾ കറക്കുക മാത്രമല്ല, കറക്കുമ്പോൾ കൈകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. കൈകളിൽ നല്ല സമ്മർദ്ദം കൊടുക്കുക. അതേസമയം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സമ്മർദ്ദം കൊടുക്കരുത്. മൂന്നാമത്തെ തവണ
കൈകൾ പുറത്തേക്ക് നീട്ടുമ്പോൾ എപ്പോഴും കൈക്കുഴകൾ പുറത്തേക്കാണ് കറക്കേണ്ടത്. ശ്വാസം പുറത്തേക്കും. കൈകൾ തിരികെ അകത്തേക്ക് വരുമ്പോൾ എപ്പോഴും കൈക്കുഴകൾ അകത്തേക്കാണ് കറക്കേണ്ടത്. ശ്വാസം ഉള്ളിലേക്കും. ചെയ്തു കഴിഞ്ഞെങ്കിൽ സ്വസ്ഥമായി ഇരിക്കുക. ഇതു ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങളുടെ കൈകൾ പുറത്തേക്ക് നീട്ടുമ്പോൾ കൈക്കുഴകൾ എപ്പോഴും പുറത്തേക്കാണ് കറക്കേണ്ടത്. ഇതാണ് പുറത്തേക്കുള്ള കറക്കൽ. കൈകൾ അകത്തേക്ക് വരുമ്പോൾ കൈക്കുഴകൾ എപ്പോഴും അകത്തേക്കാണ് കറക്കേണ്ടത്. ഇതാണ് അകത്തേക്കുള്ള കറക്കൽ. വളരെ വേഗത്തിലോ തീരെ സമ്മർദ്ദമില്ലാതെയോ അലസമായി ചെയ്യരുത്. സാവകാശം കൈകൾക്ക് കഴിയുന്നത്ര സമ്മർദ്ദം കൊടുത്ത് മറ്റു ശരീരഭാഗങ്ങളിലേക്ക് സമ്മർദ്ദം വ്യാപിക്കാതെ ചെയ്യുക. മറ്റു ശരീരഭാഗങ്ങൾ അയഞ്ഞും സ്വസ്ഥവുമായിരിക്കണം. ദിശാനുസരണമുള്ള ചലനങ്ങളിൽ ഒരു ദിശയിലേക്കുള്ളത് ചെയ്യുന്നതെങ്ങനെയാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. ഇനി 4 ദിശകളിലേക്കുള്ളത് നോക്കാം. ആരംഭനില. കൈകൾ തോളുകൾക്ക് തൊട്ടുമുൻപിൽ. കണ്ണുകൾ അടയ്ക്കുക. ആദ്യത്തെ ദിശ വശങ്ങളിലേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈക്കുഴകൾ പുറത്തേക്ക് കറക്കിക്കൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് നീട്ടുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈക്കുഴകൾ അകത്തേക്ക് കറക്കിക്കൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരിക. നിങ്ങൾ കൈകൾ നീട്ടുമ്പോൾ അവ എപ്പോഴും തോളുകളുമായി ഒരേ നിരയിൽ ചലിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഒരു സൈക്കിൾ. ഇത് 3 പ്രാവശ്യം ചെയ്യുക. രണ്ടാമത്തെ ദിശ മുന്നിലേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ മുന്നോട്ട് നീട്ടി കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. മുഴുവൻ നീട്ടിക്കഴിയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് കൊണ്ടുവരിക. കൈകൾ തിരികെ കൊണ്ടുവരിക. ഇപ്പോൾ കൈക്കുഴകൾ അകത്തേക്ക് കറക്കണം. മുഴുവൻ സമയവും കൈകളിൽ കഴിയുന്നത്ര സമ്മർദ്ദം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് ഒരു സൈക്കിൾ. നിങ്ങളിത് 3 തവണ ചെയ്യണം. മൂന്നാമത്തെ ദിശ മുകളിലേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ മുകളിലേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. ഒരിക്കൽ മുഴുവൻ നീട്ടിക്കഴിഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ കൈക്കുഴകൾ ഉള്ളിലേക്ക് കറക്കണം. ഇത് ഒരു സൈക്കിൾ. ഇങ്ങനെ 3 തവണ ചെയ്യണം. ഇനി നാലാമത്തെ ദിശ താഴേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കുക. ഒരിക്കൽ മുഴുവൻ നീട്ടിക്കഴിഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. കൈക്കുഴകൾ ഉള്ളിലേക്ക് കറക്കണം. ഇത് ഒരു സൈക്കിൾ. ഇങ്ങനെ 3 തവണ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരുമിച്ച് 4 ദിശയിലേക്കുള്ള ചലനങ്ങൾ 3 സൈക്കിൾ വീതം ചെയ്യാം. ദയവായി നിൽക്കുക. ആരംഭനില. പാദങ്ങൾ സുഖകരമായ അകലത്തിൽ സമാന്തരമാണെന്ന് ഉറപ്പുവരുത്തുക. കൈകൾ തോളുകൾക്ക് തൊട്ടുമുൻപിൽ. തല നേരെ നിവർന്നിരിക്കണം. കണ്ണുകൾ അടയ്ക്കുക. ആദ്യത്തെ ദിശ വശങ്ങളിലേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് കൈക്കുഴകൾ അകത്തേക്ക് കറക്കിക്കൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരിക. രണ്ടാമത്തെ സൈക്കിൾ.
ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നീട്ടുക. നിങ്ങൾ കൈകൾ നീട്ടുമ്പോൾ അവ എപ്പോഴും തോളുകളുമായി ഒരേ നിരയിലാണെന്ന് ഉറപ്പുവരുത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരിക. മൂന്നാമത്തെ സൈക്കിൾ. കൈകൾ നീട്ടുമ്പോൾ ഒരു പൂർണ്ണമായ ഉച്ഛ്വാസം. തിരികെ കൊണ്ടുവരുമ്പോൾ പൂർണ്ണമായും ഉള്ളിലേക്കുള്ള ശ്വാസം. ആരംഭ നിലയിലേക്ക് വന്ന ശേഷം ദിശ മാറ്റുക. രണ്ടാമത്തെ ദിശ മുന്നോട്ടാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ മുന്നിലേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. കൈകൾ മുഴുവനായി നീട്ടിക്കഴിഞ്ഞ് അകത്തേക്ക് ശ്വാസമെടുത്ത് കൈകൾ തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ കൈക്കുഴകൾ അകത്തേക്ക് കറക്കണം. രണ്ടാമത്തെ സൈക്കിൾ. നിങ്ങൾ പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മൂന്നാമത്തെ സൈക്കിൾ. കൈക്കുഴകൾ കറക്കുന്നതിനനുസരിച്ച് കൈകൾ തുറക്കുകയും അടയ്ക്കുകയും വേണം. കൈകൾ തുറക്കുമ്പോൾ 5 വിരലുകളും അകന്നിരിക്കണം. മൂന്നാമത്തെ ദിശ മുകളിലേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ മുകളിലേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കൈക്കുഴകൾ അകത്തേക്ക് കറക്കണം. രണ്ടാം തവണ. കൈകൾ തോളുകളുമായി ഒരേ നിരയിൽ ചലിക്കണം. മൂന്നാം തവണ. വളരെ വേഗത്തിൽ ചെയ്യരുത്. സാവകാശം ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇനി നാലാമത്തെ ദിശ താഴേക്കാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് നീട്ടുക. കൈക്കുഴകൾ പുറത്തേക്ക് കറക്കണം. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് തിരികെ കൊണ്ടുവരിക. കൈക്കുഴകൾ അകത്തേക്ക് കറക്കണം. രണ്ടാമത്തെ സൈക്കിൾ. ശ്വാസം പിടിച്ചുവെക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാം സൈക്കിൾ. കൈകൾ ശരീരവുമായി ചേർന്ന് തോളുകളുമായി ഒരേ നിരയിൽ ചലിക്കണം. ചെയ്തു കഴിയുമ്പോൾ സ്വസ്ഥമായിരിക്കുക.